മാഷെ നമസ്കാരം. നമസ്കാരം. മാഷെ, നാഗ്പൂർ കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു കലാപത്തിന് വഴിയൊരുങ്ങുന്നു. അതായത് ഇപ്പൊ പിടികൂടിയിട്ടുള്ള ആ, ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് ബംഗ്ലാദേശ് IP അഡ്രസ്സുകളാണ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് മനഃപൂർവ്വം കലാപം ഉണ്ടാക്കി വിടാനായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ എത്തി എന്ന് വേണം അതിൽ ചിന്തിക്കാൻ എന്ന് വേണം ഞാൻ കരുതുന്നത്. ഈ ഒന്നാമത് RSSന്റെ 100-ാം വാർഷികം നടക്കാൻ ഒരുങ്ങുന്നു. RSSന്റെ ആസ്ഥാന കേന്ദ്രം നാഗ്പൂരാണ്. ഇതെല്ലാം മുൻനിർത്തി തന്നെയാണ് അതിനെ, അതായത് നാഗ്പൂരിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഉള്ള സമാധാനത്തെ അസ്ഥിരപ്പെടുത്താനായിട്ട് ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ തെറ്റു പറയാൻ പറ്റും. ഇല്ല, ഒരു തെറ്റുമില്ല. അത് എത്രയോ കാലമായിട്ട് വിഖ്യാതമായ പ്രഖ്യാപിതമായ ഒരു അജണ്ടയാണ്. ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അജണ്ടകൾ ബിൻ ലാദൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 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 ഏറ്റവും 2001 കാലത്ത് ഈ സെപ്റ്റംബർ 11 ആക്രമണത്തെ തുടർന്ന് അദ്ദേഹം തന്നെ ഒളിത്താവളങ്ങൾ എന്ന് വെളിപ്പെടുത്തിയ വീഡിയോ കാസറ്റുകൾ അതുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് 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 അവർ പറഞ്ഞത് അന്ന് ഇസ്രായേലാണ്, ഒന്ന് അമേരിക്ക. അവർ പറഞ്ഞത് ഒന്ന് ഞങ്ങൾക്ക് അമേരിക്കയാണ്, രണ്ട് ഇസ്രായേലാണ്, മൂന്ന് ഇന്ത്യയാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ തന്നെ പിന്നീട് നടന്ന പല ചർച്ചകളിലും ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് നാഗ്പൂരാണ്. കാരണം നാഗ്പൂർ RSSന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഇസ്ലാമിന്റെ ശത്രുക്കളെ തിരിച്ചറിയും, ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇവരൊക്കെ പുറത്തിറക്കുന്ന പട്ടികകളിൽ പലപ്പോഴും ഇന്ത്യ ഉണ്ട് എന്ന് മാത്രമല്ല. ആയുധ നിർമ്മാണ കേന്ദ്രം കൂടിയല്ലേ നാഗ്പൂർ? ആണ്. ഒന്ന് പ്രതിരോധ കേന്ദ്രമാണ്. രണ്ടാമത്തെ കാര്യം, അത് ഇവർക്ക് പറയാൻ രാജ്യത്തിന്റെ പ്രാധാന്യം, അത് നാഗ്പൂര് രാജ്യത്തിന്റെ സുരക്ഷയില്, രാജ്യരക്ഷയില് പ്രത്യേകമായ മർമ്മപ്രധാനമായ സ്ഥാനമുള്ള സെൻസിറ്റീവായ ഒരു നഗരമാണ് നാഗ്പൂര്. അതേ സമയത്ത് ഇവരുടെ കണ്ണിൽ, ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കണ്ണിൽ നാഗ്പൂര് RSSന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് നാഗ്പൂരിനെ തകർക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ശത്രുക്കൾക്കെതിരായുള്ള ജിഹാദാണ്. തീർച്ചയായിട്ടും ആ പട്ടികയിൽ ഉണ്ട്, അതിലും തർക്കമില്ല. പിന്നെ മാത്രമല്ല, ഇപ്പോ RSSന്റെ നൂറാം വാർഷികം നടക്കുന്ന കാലത്ത് RSSനെ ടാർഗറ്റ് ചെയ്യുക എന്നത് ആഗോള ഇസ്ലാമിക ഭീകരവാദികളുടെ അജണ്ട ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിലിപ്പോ അത്ഭുതമൊന്നും കരുതേണ്ടതില്ല. പക്ഷേ 100 കൊല്ലമായി പ്രവർത്തിക്കുന്ന RSS നാഗ്പൂരിൽ ലോകത്തിലെ എനിക്ക് തോന്നുന്നു ഹിന്ദുത്വ എന്ന അജണ്ടയെ സാംസ്കാരികമായി പ്രക്ഷേപിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള എല്ലാ ബൗദ്ധികവും സാമ്പത്തികവും വൈചാരികവും ഒക്കെ ആയ ക്യാമ്പയിനുകളൊക്കെ, അതിനൊക്കെയുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ നാഗ്പൂരിലെ RSS കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നാഗ്പൂരിലോ അത്തരത്തിൽ വലിയ ഒരു കലാപമോ ഭീകരാക്രമണമോ ഒന്നും നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ നാഗ്പൂരിനെ ടാർഗറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു ഇന്ത്യ വിരുദ്ധമായ നീക്കമായിട്ട് തന്നെ ആണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പോ GDP 9th പൊസിഷനിൽ നിന്ന് 5th പൊസിഷനിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയം. അതിനുശേഷം നമ്മൾ ഒരു 2 വർഷം കൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതായത് ആഗോളതലത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് എത്രയോ മുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാടിനെ തകർക്കുക എന്നുള്ളത് എന്താ പറയാ, നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോ അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി. അതായത് ഇത്തരത്തിൽ ഔറംഗസീബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമുണ്ടായി. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവായ പോയിന്റ് ആണ്. അവിടെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലൊരു കലാപത്തിന് ഒരു സാധ്യത ഉണ്ടാകുമെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ള ഒരു വീക്ഷണകോണല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നത്. മറിച്ച് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഈ വീക്ഷണകോണം ഉണ്ടാകേണ്ടത് നമ്മുടെ ഉയർച്ചയെ, അതായത് ഭാരതത്തിന്റെ ഉയർച്ച ആഗോളതലത്തിൽ പോകുന്നതിന് പോലും വിഘാതമാവുന്ന ഒരു രീതിയിലല്ലേ ഇതിനെ ഇങ്ങനെയല്ലേ കാണേണ്ടത്. മറിച്ച് ഇപ്പോ ഈ പ്രതിപക്ഷം കാണിക്കുന്ന നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വീക്ഷണം എന്ന് പറയുന്നത് അത് പോരായ്മയല്ലേ. അവിടെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിങ്ങൾ കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും
പ്രതിപക്ഷം പറയുന്നതിനെ ഒരു 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 പ്രധാനപ്പെട്ട വിപത്തായിട്ടൊന്നും കാണണ്ട. പ്രതിപക്ഷത്തിന്റെ ഒരു ധാരണ പൊതുവെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും ഏറ്റവും അനാരോഗ്യകരമായ ഒരു രീതിയാണ് പലപ്പോഴും പറയേണ്ടതും വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞുകൊണ്ടേയിരിക്കുക. യോജിക്കാവുന്നതിനോട് യോജിച്ചുകൊണ്ട് വിയോജിക്കേണ്ടതിനോട് വിയോജിക്കുക, അങ്ങനെ ഒരു രീതിയല്ല. ഭരണകക്ഷി എന്ത് കൊണ്ടുവന്നാലും എതിർക്കുക, വിമർശിക്കുക. അങ്ങനെ ഒരു നിലപാടാണ് ഇപ്പോഴും പലപ്പോഴും പ്രതിപക്ഷം, അത് കേന്ദ്രത്തിലും അതെ കേരളത്തിലും അതെ. അതിന് പകരം യോജിക്കാവുന്നതിനോട് പ്രത്യക്ഷത്തിൽ യോജിച്ചുകൊണ്ട് ആ ഡിബേറ്റിന്റെ സമയം പോലും ലാഭിച്ചുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കുകയും വിയോജിക്കേണ്ടതിനെ അതിശക്തമായി വിയോജിക്കുകയും ആണല്ലോ ചെയ്യേണ്ടത്. ആ നിലപാടല്ല. അതുകൊണ്ട് പ്രതിപക്ഷങ്ങളുടെ ഒന്നും നിലപാട് നോക്കിയിട്ട് രാജ്യദ്രോഹവും രാജ്യസ്നേഹവും നമ്മൾ പരിഗണിക്കേണ്ട. പക്ഷേ ഈ പരിഗണിക്കേണ്ട കാര്യം മറ്റു ചിലതാണ്. നാഗ്പൂരിൽ കലാപം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള ശക്തികൾ ആരൊക്കെയാവും? ആ ശക്തികൾ തീർച്ചയായിട്ടും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അജണ്ട ഉണ്ടാകും. അവിടെ കിട്ടിയ ഏറ്റവും സെൻസിറ്റീവായ വിഷയമാണ് ഔറംഗസീബ്. പക്ഷേ കുറെ കൂടി സംയമനത്തോടെയുള്ള നിലപാടാണ് BJP നേതാക്കളുടെ പക്ഷത്ത് നിന്ന് വന്നത് എന്ന് ഞാൻ കണ്ടു. BJP നേതാക്കൾ പറയുന്നത് അവഗണിക്കേണ്ട ഇഷ്യൂ ആണത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന, അതും വിദേശത്ത് നിന്ന് വന്ന ഒരു രാജവംശം, ഒന്നല്ല പല രാജവംശങ്ങൾ. അവര് ജന്മം കൊണ്ട് മുസ്ലിം രാജവംശങ്ങളാവാം, അത് എന്ത് സുൽത്താൻമാരായാലും മുഗളന്മാരായാലും ഒക്കെ. ആ രാജാക്കന്മാർ ഭരിച്ച് അവരുടെ കാലം, അവരുടെ ദൗത്യം നിർവഹിച്ചു പോയി. അവരുടെ കാലശേഷം അവരെ കീഴടക്കിയിട്ട് ബ്രിട്ടീഷുകാർ വന്നു. അവരും ഭരിച്ചിട്ട് അവരെ തോൽപ്പിച്ചു. ഇന്ത്യൻ ജനത തോൽപ്പിച്ച് ഓടിച്ചു. അതുകൊണ്ട് ഏതോ കാലത്ത് ഇവിടെ ഭരിച്ചിരുന്നവരുടെ ചിത്രം, അവരുടെ പ്രതിമ, അതൊക്കെ വേണ്ട എന്ന് വെക്കാം. പക്ഷേ നിലവിലുള്ള ഒന്നിനെ ആക്രാമകമായി, നമ്മൾ വയലന്റായി അഗ്രസീവായി തകർക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് കലാപം ഉണ്ടാക്കാൻ ചിലർക്ക് അവസരമാകും. അതുകൊണ്ടാണ് RSS നേതൃത്വം പറഞ്ഞത് അവഗണിക്കുകയാണ് ശരി, അത് ഇഗ്നോർ ചെയ്താൽ മതി. ആലോചിച്ച് നോക്കൂ, ഇനിയിപ്പോ ഔറംഗസീബ് ഇല്ലാത്തൊരു ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഔറംഗസീബ് വന്നു പോയി, അദ്ദേഹത്തിന്റെ ഗുണദോഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വന്തം അച്ഛനെ തടവിലിട്ടാണ് അദ്ദേഹം ഭരണാധികാരിയായത്. സ്വന്തം ചേട്ടന്മാരെ കൊന്നിട്ടാണ് അദ്ദേഹം ഭരണാധികാരിയായത്. അദ്ദേഹം ചെയ്തു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചരിത്രത്തിന്റെ മ്യൂസിയത്തിൽ വെച്ചിട്ട്, ആർക്കൈവ്സിൽ വെച്ചിട്ട് ചരിത്ര വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് ഗുണദോഷങ്ങൾ വിലയിരുത്തിക്കൊള്ളട്ടെ എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഭരിച്ച കാലത്ത് അദ്ദേഹം മാത്രമല്ല മുഗളന്മാരുണ്ടാക്കിയ സ്മാരകങ്ങൾ മുഴുവൻ തല്ലി തകർക്കേണ്ട വല്ല കാര്യമാണ്? നമ്മുടെ നികുതി പണം ഓർക്കണ്ടേ? ഈ രാജ്യത്ത് മുഗളന്മാർ വന്ന് ഭരിച്ചു എന്നല്ലാതെ ഈ രാജ്യത്ത് അന്ന് ജീവിച്ചിരുന്ന നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ സ്വത്തുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഔറംഗസീബിന്റെ പ്രതിമ പോലും ഉണ്ടാക്കിയത് എന്റെയും പ്രജിതയുടെയും പൂർവ്വപിതാക്കന്മാർ, ഈ നാട്ടിന്റെ മക്കൾ കൊടുത്ത പണം കൊണ്ടാണല്ലോ. അപ്പൊ അതെന്ത് തകർക്കാൻ പോകുന്നത് എന്തിന്? അത് ഓർമ്മയുടെ ഭാഗമായിട്ട് നമുക്ക് നല്ലതും ചീത്തയും ഓർക്കാം. ഓർമ്മകൾക്ക് എപ്പോഴും ആഹ്വാനം ഉണ്ടാവും. നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. നല്ല മാതൃകകളും ഉണ്ടാവും, നമ്മൾ ഉപേക്ഷിക്കേണ്ട മാതൃകകളും ഉണ്ടാവും. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് പഠിച്ചെടുക്കട്ടെ. അവിടെ അത് ഔറംഗസീബിന്റെ ഒരു പ്രതിമ എത്ര കാലമായിട്ട് അതിൽ വേറെയും കാര്യമുണ്ട്. ഔറംഗസീബിനെതിരായിട്ട് മരണം വരെ പൊരുതിയ ഒരാളാണ് ശിവജി. അപ്പോ ഈ ശിവജിയുടെ നാട്ടില് ഒരു ശിവജിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ചരിത്രത്തിൽ ശിവജി പക്ഷവും അല്ലെങ്കിൽ ഈ മുഗൾ പക്ഷവും ഒക്കെ ചേർന്നിട്ട് വർഗീയമായി ചേരിതിരിയാനുള്ള സാഹചര്യം വളരെ വളരെ കൂടുതലാണ്. നമ്മള് സാമാന്യ ബോധമുള്ള പുതിയ ജനത, വിദ്യാഭ്യാസമുള്ള പുതിയ ഇന്ത്യൻ ജനത ചെയ്യേണ്ടത് ചരിത്രത്തെ ചരിത്രമായിട്ട് കാണുക. ചരിത്രത്തിന്റെ കണക്ക് തീർക്കാൻ പോയാൽ നമുക്ക് ജീവിക്കാൻ നേരം ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുക. നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്, പിന്നോട്ടല്ല. ടൈം ഷെൽട്ടർ എന്ന് പറഞ്ഞൊരു പുസ്തകം വന്നിട്ടുണ്ട് ലോകത്ത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചർച്ച ചെയ്യുന്ന ടൈം ഷെൽട്ടർ ആണ്. ചരിത്രത്തിന്റെ ഏതെങ്കിലും അത് ഒരു ഭരണകൂടത്തിന്റെ റഫറൻഡം, യൂറോപ്പിലാകെ റഫറൻഡം നടക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ പറയേണ്ടത് സുനിത വില്യംസ് പോയ വഴിക്കാണ് നമ്മൾ പോകേണ്ടതെന്നാണ് പറയേണ്ടത്. നമുക്ക് ചൊവ്വയിലേക്ക് പോകണം, നമുക്ക് സൂര്യനിലേക്ക് പോകണം നാളെ എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം എനിക്ക് കഴിഞ്ഞ നൂറ്റാണ്ട്, എനിക്ക് 16-ാം നൂറ്റാണ്ടിലേക്ക് പോകണം, എനിക്ക് 7-ാം നൂറ്റാണ്ടിലേക്ക് പോകണം, അങ്ങനെ പറയുന്ന ഒരു പുതിയ നറേറ്റീവ് നടക്കുകയുണ്ട് രാജ്യത്ത്. അതുകൊണ്ട് പിന്നോട്ടല്ല നമുക്ക് പോകേണ്ടത്. ഔറംഗസീബിന്റെ കാലത്തേക്കല്ല പോകേണ്ടത്. ഈവൻ ശിവജിയുടെ കാലത്തേക്ക് പോലും അല്ല പോകേണ്ടത്. നമ്മുടെ സുനിത വില്യംസിന്റെ കാലത്ത് ജീവിക്കുന്നവരാണ്. നാളെ പിറക്കാനിരിക്കുന്ന നമ്മുടെ മക്കളെ ഗാലക്സികൾ മുഴുവൻ കീഴടക്കുന്ന കാലത്തേക്കാണ് പോകേണ്ടത്. ആ ബോധ്യത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഇപ്പോ തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നാഗ്പൂരിൽ കലാപം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പല താല്പര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ താല്പര്യങ്ങളുണ്ട് ഇന്ന് വരെ. പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ എന്നും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പിന്നിൽ ആരാണ്? അവർ വെറും ചട്ടുകങ്ങളാണ്, കൂലിപ്പണിക്കാരാണ്, കൂലി തല്ലുകാരാണെന്ന് ഞാൻ പറയും. ഞാൻ അവരുടെ ആഗോള ചരിത്രം നോക്കിയിട്ടാണ് പറയുന്നത്. ആരായിരുന്നു ബിൻ ലാദന്റെ പിന്നിൽ? തീർച്ചയായിട്ടും അമേരിക്കൻ സാമ്രാജ്യത്വം ആയിരുന്നല്ലോ. അവർ കൊടുത്ത ആയുധമാണ്, അവർ കൊടുത്ത പരിശീലനമാണ്. എന്തിനായിരുന്നു അത്?
അഫ്ഗാനിസ്ഥാനിൽ പോയി കൊണ്ടുപോയി കുടിയിരുത്തിയിട്ട് തൊട്ടപ്പുറത്തെ സോവിയറ്റ് യൂണിയൻ തകർക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ സോവിയറ്റ് യൂണിയൻ തകർത്തു കഴിഞ്ഞപ്പോ ഈ പണിക്കാര്, സ്വന്തം കൂലിപ്പണിക്കാര് സ്വന്തം നെഞ്ചത്തേക്ക് തിരിച്ചു വന്നു. അതാണ് ഉണ്ടായത്. അതവർക്കറിയാം. ഇപ്പൊ ആരാണ്? ഇപ്പൊ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡീപ് സ്റ്റേറ്റ്. ആരാണ് ബംഗ്ലാദേശിൽ എന്നതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയിട്ട് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് ഓടിച്ച അതേ കൂട്ടരാരാണോ അത് ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള ഡീപ് സ്റ്റേറ്റിന്റെ വക്താക്കളും പണച്ചാക്കുകളും ഏജന്റുമാരുമാണോ? അങ്ങനെയാണെങ്കിൽ അതേ ബംഗ്ലാദേശി കലാപകാരികളെ ആരാണ് നാഗ്പൂരിലേക്ക് അയച്ചിട്ടുണ്ടാവുക? ആഗോള താല്പര്യങ്ങൾ, സാമ്രാജ്യത്വ താല്പര്യങ്ങൾ വളരെ ശക്തമായി ഇന്ത്യക്ക് മേലുണ്ട്. ഇന്ത്യ, നേരത്തെ പ്രജിത പറഞ്ഞ പോലെ, ഇന്ത്യ ഒരു ആഗോള ശക്തിയാകുന്നതിനെ ഭയപ്പെടുന്നത് ഈ ലോകത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ മാത്രമല്ല, ലോകത്തിലെ വമ്പിച്ച സാമ്പത്തിക, സൈനിക, സാമ്രാജ്യത്വ ശക്തികൾ തന്നെയാണ്. അത് ചൈനയാവാം, അമേരിക്കയാകാം, റഷ്യയാകാം. ആ ശക്തികൾ കൂടി നാഗ്പൂരിൽ, അതുകൊണ്ട് നമ്മുടെ നാഗ്പൂരിൽ കലാപം ഉണ്ടാകുമ്പോൾ അത് അവിടുത്തെ ഔറംഗസീബും ശിവജിയും തമ്മിലുള്ള ഇഷ്യൂ ആണെന്ന് കരുതരുത്. അവർക്ക് ആ രണ്ട് ചരിത്ര പുരുഷന്മാർക്ക് വേണ്ടി കക്ഷി ചേർന്ന വർഗീയവാദികളായ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ആണെന്ന് കരുതരുത്. അതിന്റെ പിന്നിൽ ആഗോള അജണ്ടയുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അങ്ങനെ കാണുമ്പോൾ മാത്രമേ നമ്മൾ പുതിയ ലോകത്തെ കാണുന്നുള്ളൂ, പുതിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ സത്യത്തിൽ അവിടെ ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു മണിപ്പൂർ പോലെ ആവില്ലേ? മണിപ്പൂര്, തീർച്ചയായിട്ടും മണിപ്പൂർ ഇപ്പൊ തന്നെ ആരുടെ കയ്യിലാണ് പ്രജിത? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മൾ തമ്മിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിലേക്ക് പോകാൻ പറ്റാത്തത്? അദ്ദേഹം ഭീരുവായതുകൊണ്ടല്ലല്ലോ. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങോട്ട് പോകരുത് എന്ന് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കൂടിപ്പോയാൽ അമിത്ഷാ വരെ പോയി വരട്ടെ, അപ്പോഴും പ്രധാനമന്ത്രി പോകരുത്. അത്രയേറെ അപകടം പിടിച്ചൊരു സാഹചര്യം, ആഗോള സാഹചര്യം എന്നാണ് ഞാൻ പറയുക. മണിപ്പൂര് മാത്രമല്ല, നമ്മുടെ അതിർത്തികളിലെ 6 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, മർമ്മപ്രധാനമായ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണെന്ന് മാത്രമല്ല ഡീപ് സ്റ്റേറ്റിന്റെ ഇടം കൂടിയാണ്. അവർ ഇന്ത്യയെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ മണിപ്പൂരിൽ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഒരു പക്ഷെ അതിന്റെ എക്സ്റ്റൻഷനാണ് ഇപ്പോ മണിപ്പൂരിൽ നിന്ന് നാഗ്പൂരിലേക്കുള്ള ദൂരം ഒട്ടും ചെറുതല്ല എന്ന് കണക്കാക്കാനും കാണാനും നമുക്ക് കഴിയണം. നന്ദി മാഷെ. ഓക്കെ.